ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂബ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം ചെറിയ രീതിയിലുള്ള പൂജകൾ ചെയ്യുന്നത് എന്ന് പറയാനാണ്. അപ്പം ഇത് ഇങ്ങനത്തെ നിലവിളക്കിലാണ് ഞാൻ ദിവസവും വിളക്ക് കൊളുത്തുന്നത്. ഇതിൽ 5 തിരിയിട്ട് വിളക്ക് കൊളുത്താറുണ്ട്. അത് ഭദ്രദീപം വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് 1-ാം തീയതി, അതുപോലെ വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന ദിവസം മാത്രമാണ് ഞാൻ 5 തിരിയിടാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ 2 തിരിയാണ് ഇടുന്നത്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഉള്ള തിരികളാണ് ഞാൻ ഇടുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള വൈറ്റ് നീളത്തിലുള്ള കനം കുറഞ്ഞ വളരെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടുള്ള തിരികളാണ്. ഇത് നമുക്ക് പൂജാ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നീളമുള്ളത് ഇട്ടാലുള്ള ഇതെന്ന് വെച്ചാൽ കുറേ നേരം ഇത് നല്ല രീതിയിൽ നിന്ന് വിളക്കിൽ കത്തിക്കൊണ്ടേയിരിക്കും. ഒരു ഇതുമില്ലാതെ ആ തിരിക്ക് വ്യത്യാസമൊന്നും ഇല്ലാതെ അത് അങ്ങനെ തന്നെ ആളി കത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വിളക്ക് കുറേ സമയം, കുറച്ചെണ്ണയിൽ കൂടുതൽ സമയം ഇത് നിന്നിട്ട്. എപ്പോഴും നമ്മൾ വിളക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിളക്ക് നല്ല കനം, അത്യാവശ്യം വെയിറ്റുള്ള ഒരു വിളക്ക് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക്, അതുപോലെ തന്നെ ഈ ഭാഗം വിളക്കിൽ എണ്ണ ഒഴിക്കുന്ന ഭാഗം ഒരല്പം കുഴിവുള്ള വിളക്ക് തന്നെ നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് വിളക്ക് വെറും തറയിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ചെമ്പിൻ്റെ പിത്തളയുടെ ഒരു തട്ടിലാണ് ഞാൻ ഈ വിളക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വിളക്ക് വയ്ക്കേണ്ടത്. പിന്നെ വേറൊരു തടിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പനിനീര് നമ്മളിങ്ങനെ കയ്യിലെടുത്ത്, ഇത് പൂജയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്ന റെഡ് റോസിൻ്റെ പനിനീരാണ്. സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. അത് ഇതുപോലുള്ള ഒരു ഇതിനകത്തേക്ക് നമ്മൾ പനിനീര് ഒഴിക്കുന്ന ഒരിതാണ്. ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തളിച്ചാൽ മാത്രം മതി, പനിനീര് വീണോളൂ. നമ്മൾ കൈ കൊണ്ട് തളിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഇത് വെച്ചാണ് ഞാൻ പനിനീര് തളിക്കാറുള്ളത്, ഒന്ന് ശുദ്ധി ചെയ്യുന്ന രീതിക്ക് വേണ്ടി. അതുപോലെ അഗർബത്തി കൊളുത്തുന്ന സ്റ്റാൻഡ്, ഇത് ഞാൻ രാമേശ്വരം പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതാകുമ്പോൾ നമ്മുടെ അഗർബത്തിയിൽ നിന്നുള്ള, സാമ്പ്രാണി തിരിയിൽ നിന്നുള്ള പൊടികളൊക്കെ ഇതിനകത്ത് തന്നെ വീണ് കിടക്കും. മാക്സിമം പുറത്തോട്ട് വീഴാതെ നമ്മുടെ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന ആ സ്ഥലമൊക്കെ കൂടുതൽ വൃത്തികേടാവാതെ ഇതാവാതിരിക്കാൻ ഇതിനകത്തേക്ക് തന്നെ വീണ് കിടക്കും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ്. ഇതിനകത്ത് ചെറിയ ഇതുണ്ട്, നമുക്ക് സാമ്പ്രാണി തിരി ഇതിനകത്തേക്ക് കുത്താനുള്ള ഇതുണ്ട്. 3 എണ്ണമാണുള്ളത് ഈ ഒരു ഇതിനകത്ത്. പിന്നെ ഇതുപോലുള്ള ചെറിയ സ്റ്റാൻഡുകൾ ഞാൻ വാങ്ങിയത് അവിടെ നിന്നാണ്. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിലൊക്കെ നമുക്ക് ഓരോ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ശംഖ്, ഇത് ഞാൻ കിണ്ടിയുടെ മുകളിലാണ് ഈ ശംഖ് വെച്ചിരിക്കുന്നത്. ഇത് രാമേശ്വര ക്ഷേത്രത്തിൽ പോയപ്പോൾ വാങ്ങിയ ശംഖാണ്. ഈ ശംഖിനകത്ത് കുറച്ച് ജലം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ആ ജലം നമുക്കിങ്ങനെ തുളസിയിലും ഒക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭഗവാൻ അർച്ചന ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിനകത്ത് ജലമായാലും പാലായാലും നമുക്ക് ഒഴിച്ച്, പനിനീരായാലും ഒക്കെ ഒഴിച്ച് നമുക്ക് അഭിഷേകം ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പൂജാ രീതികൾ. പിന്നെ നമുക്കൊരു വീട്ടിനകത്ത് മുഴുവൻ ആ ഒരു സ്മെൽ, ആ ഒരു സുഗന്ധം നിലനിർത്താൻ വേണ്ടി നമുക്ക് പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ജവാദ് എന്ന് പറയുന്ന ഈ ചെറിയ ബോട്ടിൽ വരുന്നത്. വളരെ വിലക്കുറവാണ്. പക്ഷേ ഇത് നമ്മൾ ഈ ഒഴിക്കുന്ന എണ്ണയിലേക്ക് ഒരല്പം പച്ചക്കർപ്പൂരവും ഈ ജവാദ് പൗഡറും കൂടി ഇടുകയാണെങ്കിൽ അത്ര നല്ല സുഗന്ധമായിരിക്കും. ദിവസം മുഴുവനും നമുക്ക് ആ പരിമളം നമ്മുടെ വീട്ടിൽ മുഴുവൻ വിളക്ക് കൊളുത്തുമ്പോൾ നിറഞ്ഞു നിൽക്കും. ഏകദേശം നമുക്ക് ക്ഷേത്രത്തിലൊക്കെ കിട്ടുന്ന ആ ഒരു സുഗന്ധം തന്നെ നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയും നമുക്ക് മനസ്സിന് നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യാറുള്ള ചെറിയ രീതിയിലുള്ള ഒരു പൂജ എന്ന് പറയുന്നത്. വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ ഇതിനകത്ത് 5 തിരിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. ഭദ്രദീപം, അത് നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ അലങ്കാരങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ദിവസത്തിനനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട പൂജ വരുമ്പോൾ ആ രീതിയിലും, അതുപോലെ മുരുക ഭഗവാന്റെ ഒരു സെപ്പറേറ്റ് സെറ്റ് തന്നെ ഞാനിവിടെ തനി രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു മുരുകൻ, ഇത് ഒരു വേല്, അതുപോലെ ഇവിടെ
അന്നപൂർണേശ്വരി ദേവി, അതുപോലെ മുരുകൻ്റെ മറ്റൊരു ചെറിയ മുരുകൻ്റെ വിഗ്രഹം, ഇതെല്ലാം ചേർത്ത് മുരുക ഭഗവാനെ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ വിഗ്രഹങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് വാങ്ങിയ വിഗ്രഹങ്ങളെല്ലാം ചേർത്ത് ഒരു സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും എൻ്റെ കുറച്ച് നാണയങ്ങളും കുറച്ച് പൈസയും ഞാൻ ഭഗവാന്റെ മുന്നിൽ എപ്പോഴും വയ്ക്കാറുണ്ട്. ഇങ്ങനെ വയ്ക്കുന്നത് വീടിന് ഐശ്വര്യമാണ്, സമ്പൽ സമൃദ്ധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. പണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ, അതില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഭഗവാന് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഞാനത് വെച്ചിരിക്കുകയാണ്. അതിനൊരു സ്റ്റാൻഡും അതിൻ്റെ പുറത്ത് മറ്റൊരു പ്ലേറ്റിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുങ്കുമം എപ്പോഴും ഭഗവാൻ യൂസ് ചെയ്യുന്ന സുഗന്ധമുള്ള ഒരു കുങ്കുമമാണ്. ഈ കുങ്കുമം ഞാൻ എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും എടുക്കാറില്ല, പൂജാ കാര്യങ്ങൾക്കാണ്. വിളക്കിൽ നമ്മളെപ്പോഴും തിരിയിടുമ്പം തിരിയല്ല കുങ്കുമം വയ്ക്കുമ്പം 5, 7 എന്ന ക്രമത്തിലാണ് വെക്കേണ്ടത്, അല്ലാതെ 2 ഇരട്ട സംഖ്യകളിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വിളക്കൊരിക്കലും വെറും നിലത്തിൽ വയ്ക്കാൻ പാടില്ല. അപ്പം അതാണ് ഞാൻ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള പൂജാ കാര്യങ്ങൾ. അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എപ്പോഴും പൂജാ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഷോർട്സിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പൂജയെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ തന്നെയുണ്ട്, ഉറങ്ങുകയാണ്. അവനിഷ്ടമുള്ള സ്ഥലത്താണ് അവൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യാറില്ല. ചിലപ്പോൾ ബെഡിൽ വരും, ചിലപ്പോൾ അവനിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ വന്ന് കിടക്കും. അങ്ങനെയൊക്കെയാണ് അവൻ അവൻ്റെ ഉറക്കം നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൂജയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ. പിന്നെ ഈ അഷ്ടഗന്ധം എന്ന് പറയുന്ന ഒരു പൗഡറുണ്ട്. ഇത് നമുക്ക് ശാമ്പ്രാണി കട്ടയുടെ കൂടെ നമുക്കത് കൊളുത്തി വയ്ക്കാം. പിന്നെ ഇതുപോലുള്ള ചന്ദനത്തിരി നമുക്ക് വാങ്ങാൻ കിട്ടും. പല പല ഫ്ലോറ എന്നൊക്കെ പറഞ്ഞുള്ള പല ബ്രാൻഡ്സിൻ്റെ കിട്ടും ചന്ദനത്തിരി. ഇതും ശാമ്പ്രാണി തിരിയോടൊപ്പം നമ്മൾ കൊളുത്തി വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലുള്ളതാണിത്. ശാമ്പ്രാണി തിരിയോടൊപ്പം നമുക്ക് ഇതും വയ്ക്കാം. ഒരെണ്ണം ഞാൻ കാണിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ ഇത് ഭയങ്കര സുഗന്ധമാണ് വീട്ടിൽ. അപ്പോൾ നമ്മളൊരു വിളക്ക് കൊളുത്തി എന്നുള്ളത് ആ പരിസരം മൊത്തമുള്ള ആൾക്കാർക്കും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അത്ര സുഗന്ധമാണ്. അതുപോലെ ഈ ഒരു ഉരുളിയിൽ നമുക്ക് പൂക്കളുള്ളപ്പോൾ വെള്ളമൊഴിച്ച് ഇതിനകത്ത് പച്ചക്കർപ്പൂരവും വെള്ളമൊഴിച്ച് ഈ ഒരു ടേബിളിൽ വെച്ച് വയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ വെച്ചിട്ടില്ല. അങ്ങനെ പൂക്കൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അലങ്കരിച്ച് വയ്ക്കുന്നതും വീടിന് നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ സുഗന്ധവും സമ്പൽ സമൃദ്ധിയും എല്ലാം കൊണ്ടുവരും. ഇതിനകത്ത് ചിലർ പച്ചക്കർപ്പൂരവും, ഞാൻ പച്ചക്കർപ്പൂരവും അതുപോലെ ജവാദ് പൗഡറും പനിനീരുമാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് പൂവിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ചെറിയ പൂജയെക്കുറിച്ചുള്ള എൻ്റെ ചെറിയ ഒരു വിവരണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പൂജകളാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ചാനലിനോട് കാണിക്കുന്ന സ്നേഹത്തിനും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വ്ലോഗിലൂടെ. താങ്ക് യു ഫ്രണ്ട്സ്.